ഇന്ന് അനഘയുടെ വീട്ടിലേക്കാണ്. രാവിലെ 5:30 എണീറ്റ് ബസ്സിൽ കയറിയിരുന്നതിൻ്റെ ക്ഷീണമാണ് എൻ്റെ മുഖത്തും അവളുടെ മുഖത്തും നിങ്ങൾ കാണുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞങ്ങളെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സുന്ദരൻ അവിടെയുണ്ട്. സുന്ദരൻ അവിടെ കമന്ന് കിടന്ന് കളിക്കുന്നുണ്ട്. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫ്രഷായി. അങ്ങനെ കുളിച്ച് റെഡിയായി ഞങ്ങളെല്ലാവരും കൂടി കാളികാവ് അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവനെ ഡ്രസ്സ് ഇടിപ്പിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ചിറ്റ. അതിന് ഞങ്ങൾ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് തൊഴുത് തിരിച്ചിറങ്ങി. വീട്ടിൽ ചെന്നപ്പോൾ അതാ കേക്ക്, നട്ടി ബബിളി അങ്ങനെ എങ്ങാണ്ടാണ് ഇതിൻ്റെ ഫ്ലേവർ. അത് കഴിഞ്ഞ് ഇതാ അമ്മയും മകളും കൂടി എങ്ങനെ തൊപ്പി വെക്കണം, എവിടെ തൊപ്പി വെക്കണം, അല്ല സാധാരണ തലയിലാണ് തൊപ്പി വെക്കണത്, എതിരാട്ടെ തൊപ്പി വെക്കണ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. കൈയും കലാശവും കാണിക്കുന്ന അനഘ. അത് കഴിഞ്ഞ് നമസ്കാരം പറയുന്നു. അത് കഴിഞ്ഞ് വന്ന് കേക്ക് മുറിക്കാൻ ഒരുങ്ങുകയാണ്. അത് കഴിഞ്ഞ് ഡാഡ് സൺ കോംബോ. അങ്ങനെ ഞങ്ങൾ വന്ന് കേക്ക് മുറിക്കാൻ നിന്നു. എല്ലാവരും വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞ് കേക്ക് മുറിച്ചു. നിങ്ങൾ കാണുന്നില്ലേ ആ സന്തോഷം ആ കുടുംബത്തിൻ്റെ. അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിച്ചു. അത് കഴിഞ്ഞ് കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ നോക്കിയിരിക്കുന്നു. എനിക്ക് തരുന്നില്ലേ ചിറ്റേ. ചിറ്റ പക്ഷെ കൊടുക്കില്ല. കുഞ്ഞു കൊച്ചുങ്ങൾക്ക് കേക്ക് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് കുഞ്ഞുമണിക്ക് കൊടുത്തില്ല. ആദ്യം ആർക്ക് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷന് ശേഷം ഇതാ അമ്മ രംഗത്തെത്തിയിരിക്കുന്നു. അമ്മയ്ക്ക് കേക്ക് കൊടുത്തു. അമ്മയ്ക്ക് കേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാവർക്കും കേക്ക് കൊടുത്തത്. പക്ഷേ കേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഊണയ്ക്കാൻ പറ്റണില്ല. ഊണൊക്കെ കഴിച്ചു എന്ന് വരുത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലേക്ക് പോന്നു സുഹൃത്തുക്കളെ.